വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളുമാണ് അന്വേഷണ പുരോഗതിയുടെ ഇടയിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് പോലും ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരും ഭരണസമിതിയിലെ അംഗങ്ങളും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെൻറ്റും മന്ത്രിമാരും എല്ലാം തന്നെ ഈ സംഘടിത കൊള്ളയിൽ പങ്കാളികളാണ് എന്നറിഞ്ഞിട്ടും അന്വേഷണം അവിടേക്കൊന്നും എത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഈ കാര്യത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ, ധർണ നടത്താൻ KPCC തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോടതി വിധി തന്നെ സമീപ ദിവസങ്ങളിൽ വന്നത് പരിശോധിച്ചാൽ 2024 എന്തിനാണ് 2019 കാര്യമല്ലേ, ഇപ്പോഴത്തെ മന്ത്രി എന്ത് പങ്കാണ്, ദേവസ്വം ബോർഡിന് എന്ത് പങ്കാണെന്നൊക്കെ നിഷ്കളങ്കമായി ചോദിക്കുന്ന ആളുകളുണ്ട്. കോടതി വിധിയുടെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഒന്ന് ഈ കോടതി മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ പറഞ്ഞായിരുന്നു SITയോട്. ദേവസ്വത്തിൻ്റെ മിനിറ്റ്സ് കിട്ടിയിട്ട് അവർ പരിശോധിക്കുമ്പോൾ കോടതി ഇതിൽ പറയുകയാണ് ഉത്തരവിൽ, ആ മിനിറ്റ്സ് തിരുത്തപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് അല്ല, അത് പ്രോപ്പറായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം കോടതിയുടെ വിധിയിൽ തന്നെ പറയുകയാണ്. എന്ന് മാത്രമല്ല 2024 ഫ്രം ദ റെക്കോർഡ്സ് പ്ലേസ്ഡ് ബിഫോർ us ഇറ്റ് ഈസ് സീൻ ദാറ്റ് 3/9/2024 ആ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്താ പറയുന്നത്, ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ അതിന് ക്രാക്ക് ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് അറ്റകുറ്റപ്പണി അടിയന്തരമായി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 3/9/2024 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുകയാണ്. അതിനുശേഷം 27/9/2024 ബോർഡ് ഒരു ഓർഡർ പാസ് ചെയ്യുകയാണ് റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട്. 2/10/2024 എക്സിക്യൂട്ടീവ് ഓഫീസർ വീണ്ടും തിരുവാഭരണ കമ്മീഷണറെ അറിയിക്കുകയാണ്, മിസ്റ്റർ പോറ്റി who had earlier carried out the electroplating of the doors and Dwarapalakas was willing to undertake the repair works and had conveyed his concurrence by email. അത് അറിയിക്കുകയാണ്. പിന്നെ 9/10/2024 ഈ കമ്മീഷണർ കൺഫേം ചെയ്യുകയാണ്, ബോർഡ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ഈ പോറ്റിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 16/10/2024 വീണ്ടും എക്സിക്യൂട്ടീവ് ഓഫീസർ ദ്വാരപാലകം ഈ വിഗ്രഹങ്ങൾ അതിൻ്റെ പാളികൾ ഇത് കൊടുക്കാം എന്ന് പറയുകയാണ്. ഞാനിതിനകത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യം 19ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം 23 ഒരു കോടതി ഉത്തരവ് വന്നു, ഹൈക്കോടതിയുടെ. ആ ഉത്തരവ് പ്രകാരം ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള ഒന്നും സന്നിധാനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഈ 23 സർക്കാർ ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇത് അറിയാവുന്ന ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നു, തിരുവാഭരണ കമ്മീഷണർ അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുന്നു, ദേവസ്വം ബോർഡ് യോഗം ചേരുന്നു, പോറ്റി അപ്പോഴേക്കും ഇമെയിൽ ഇങ്ങോട്ട് അയക്കുന്നു, പോറ്റിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം 23 ഒരു കോടതി ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവുണ്ട്, ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത് അറിഞ്ഞുകൊണ്ട്, അതാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയന്ത്രിച്ച മന്ത്രിയുമെല്ലാം ഈ കൊള്ളയിൽ പ്രതികളാകുന്നത്. ഇതറിഞ്ഞുകൊണ്ട് ഇവർ ഇത് ചെയ്യുന്നു. ഇനി അതല്ല പ്രശ്നം, ഈ അർജൻസി പറഞ്ഞിട്ടാണല്ലോ ഈ ഞാൻ വായിച്ചു കേട്ട് ഓരോ 6-7 ദിവസത്തിനിടയിൽ ഓരോ ഉത്തരവ് ഇറക്കി. കാരണം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇത് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞൊരു കൃത്രിമ അർജൻസി ഉണ്ടാക്കിയിട്ടാണ് ഈ ഉത്തരവുണ്ടാക്കി പോറ്റിക്ക് ഇത് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ 24 ഇത് കൊടുക്കുന്നില്ല. ആ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇത്രയും വലിയ അർജൻസി ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണത് ആ സീസണിൽ ഇത് ചെയ്യാറുള്ളത്? Matters assumed a more dubious complexion in July 2025 when steps were once again initiated to fabricate a false sense of emergency. 24 ഒരു കൃത്രിമ എമർജൻസി ഉണ്ടെന്ന് വരുത്തി ഈ നടപടികളെല്ലാം ചെയ്തു. അത് അത്ര അടിയന്തരമായിരുന്നെങ്കിൽ 24 തന്നെ ചെയ്യണമായിരുന്നല്ലോ.
എന്നിട്ട് അതേ കാര്യങ്ങൾ 25-ൽ വീണ്ടും കൊണ്ടുവന്നു. ഒരു ഫോൾസ് സെൻസ് ഓഫ് എമർജൻസി ഉണ്ടാക്കിയിട്ട് അവർ ഇത് പോറ്റിയുടെ കയ്യിൽ കൊടുത്ത് അതുമുതലുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്കും കേരളത്തിനും എല്ലാം അറിയുന്നതാണ്. അപ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണർ ജഡ്ജി അദ്ദേഹം ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഒരു അറിയിപ്പ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ ഈ കാര്യങ്ങളിൽ ഇടപെടുകയും SIT ഫോം ചെയ്യുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഇത്രയെല്ലാമായിട്ടും ഇത്രയെല്ലാം കോടതി കൃത്യമായി പറഞ്ഞിട്ടും കണ്ടെത്തിയിട്ടും അവരിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല. അക്കാലത്ത് ദേവസ്വം പ്രസിഡന്റുമാരിലേക്ക് എത്തുന്നില്ല, ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് എത്തുന്നില്ല, തെളിവുകൾ നശിപ്പിച്ച ആളുകളിലേക്ക് എത്തുന്നില്ല, സംരക്ഷണം കൊടുത്ത പിന്തുണ കൊടുത്ത സംരക്ഷിച്ച മന്ത്രിമാരിലേക്ക് എത്തുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വിഷയത്തെ കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു അനുഭവമാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹത്തിൽ പോലും കവർച്ച നടത്താൻ ഒരു ഭരണകൂടവും അതിനെ പിന്തുണയ്ക്കുന്നവരും അതിനെ പിൻപറ്റുന്നവരുമായ ഒരു സംഘം ആളുകൾ. കോടതി ഇതിനകത്ത് ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. കോടതി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പേര്, such replicas crafted under the temple work could readily be sold in international markets at astronomical prices. A well-documented modus operandi of art smugglers and conmen worldwide. This bears disturbing resemblance to the operations of notorious figures like Subhash Kapoor. Subhash Kapoor, the international temple art thief, who similarly exploited religious patronage to loot and traffic priceless heritage objects. സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്തർദേശീയ ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് സുഭാഷ് കപൂറിൻ്റെ പേര് കോട്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണക്കൊള്ളയിലെ സുഭാഷ് കപൂർ ആരാണ്? ആ സുഭാഷ് കപൂർ പുറത്തു വരണ്ടേ? അന്വേഷണം ആ നിലയിലേക്ക് പോകണ്ടേ? അതുകൊണ്ടാണ് ഈ സമരപരിപാടികൾ. ഈ ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയ നോമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് പോലും ഇതങ്ങനെ വിടേണ്ട ഒരു കേസല്ല എന്ന ഉത്തമ ബോധ്യത്തിൽ KPCC സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. Thank you for watching.